സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് SRK ഗെയിമർ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഹോം ഡെസൈഞ്ചർ എന്ന് പറഞ്ഞ കിടുക്കാച്ചി ഗെയിമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനത്തെ കിടുക്കാച്ചി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീടാണ് ഹോം ഡെസൈഞ്ചർ എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ക്ലീൻ ആക്കുന്ന ഒരു വീടാണ്. ഇത് എന്താ ചെയ്യേണ്ടത്? ഓക്കെ അയ്യോ ഗൈസ്, ഈ വീടൊക്കെ വൃത്തിയാക്കണം, അതാണ് നമ്മുടെ ചലഞ്ച്. എവിടെ നിൽക്കുക ഗൈസ്, ഒന്നും അറിയണമില്ല. ജോയിസ്റ്റിക്ക് മാത്രം തന്ന് കിട്ടണ. സോ ഗൈസ്, ഇങ്ങനെ നിൽക്കുമ്പോൾ സൈഡിലൊരു വേസ്റ്റിൻ്റെ ഒരു ഇത് വരും. അങ്ങനെ നിൽക്കുക, ആ ജോയിസ്റ്റിക്കിൻ്റെ അടുത്ത് തന്നെ വരും. അതിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒന്ന് വേഗം ചെയ്യട്ടെ ഗൈസ്. എന്താ ഗൈസ്, വീട് കാട്ടി വെച്ചാണ്. നോക്കുക ഗൈസ്, നിങ്ങൾ ഒരു വീടാണ് കാട്ടി വെച്ചാണ്. എൻ്റെ ഓണറൊന്നും ഇല്ലാവും ഗൈസ് ഇവിടെ. അയാളൊന്നും കണ്ടില്ലോന്നും. എന്താണ് ആ ചുമരും ഇതൊക്കെ കാട്ടിഷൻ കേസ്, ഒരു പിടുത്തല്ലേ കേസ്. വൃത്തിയാകാം. കേസ് നമ്മൾ വൃത്തിയായി കൊണ്ടിരിക്കണം. അപ്പോൾ കേസ് എന്താ ലെവൽ 2 പറഞ്ഞാൽ പെട്ടെന്ന് എന്താ പോയി സാധനം, പെട്ടെന്ന് പോയി. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട്. എല്ലാ മുക്കും മൂലയൊക്കെ നോക്കണം ഗൈസ്. നമുക്ക് ഈ റൂം തുറന്ന് നോക്കാം. ഡോർമ തന്നെ നെക്കിയാൽ തുറക്കും. നിങ്ങൾ ഗെയിം കളിച്ചിട്ട് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ ഇതൊന്ന് പോകാൻ പറ്റത്തില്ല. ഡോർ അടിക്കട്ടെ ഗൈസ്. ഇവിടെ 2 ജ്യൂസിൻ്റെ കുപ്പി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നൈസിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡോർ തുറക്കുക. ഈ ഡോർ തുറക്കുക. അത് തുറന്ന കേസ് വെറുതെ ഒരു ബാത്റൂമാണ് കേസ്. ചളിയൊക്കെ ആയി കിടക്കുന്നത് കേസ്. ഇവിടെ ഒന്നുമില്ല കേസ്. വാവ് ഗൈസ്, ഇതാണ് നമ്മൾ അയൽവാസികളൊക്കെ കണ്ടിട്ട് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. എന്താണ് ഗൈസ് ചുമരെ കാട്ടിച്ചിന്. ഒരു മതിലൊക്കെ കണ്ടിട്ട് ഗൈസ്. ഓ ഇതൊക്കെ പൊറുക്കണോ ഗൈസ്? ഓ മൈ ഗോഡ് ഗൈസ്, ഇതൊക്കെ പൊറുക്കണോ? ഓ മൈ ഗോഡ് ഗൈസ്, ഇതൊക്കെ പൊറുക്കണം എന്ന് പറയുമ്പോൾ ചിലരെ കേസല്ല ഗൈസ്. നിറച്ചുകൊണ്ട് ഇഷ്ടിക കാരാടാ ഇവിടെ കൊണ്ടുവച്ച്. ചിലപ്പോൾ ഗ്രില്ല് ചിക്കൻ വല്ലതും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചായിരിക്കും. ഓല് എടുത്ത സാധനം അവർക്ക് എടുത്തോടെ തന്നെ കൊണ്ടാക്കാൻ വെച്ച മടിയന്മാരാണെന്ന് മനസ്സിലായി. അതൊക്കെ ലോങ്ങൊന്നും പോകണില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ളതൊക്കെ വേഗം എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ജോയിസ്റ്റിക്ക് പതുക്കെ തന്നെ പറക്കുകയാണ് കേസ്. ഞങ്ങൾ എന്താ അറിയില്ല, വേഗം ഓടി പോകണേ എന്താ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 എന്തായാലും ഇടണമായിരിക്കും. വേറെ കാര്യം ഇത് വേഗം വൃത്തിയാക്കാം. പൊന്നു ഗൈസ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. നമ്മളെ ഫ്രൂട്ട്സിൻ്റെ കടയിലൊക്കെ ഉണ്ടാവും ആ മറ്റേ സാധനം, ആ പല കൊണ്ട് കിട്ടിയ ഫ്രൂട്ട്സ്, ആപ്പിളും ഇതൊക്കെ ഇടും. അതിൽ പേരക്ക ഒക്കെ ഇടും. നമ്മൾ ബാക്കിൽ അതാ ഗൈസ്. ഇവിടെ ഒരു ഇഷ്ടികല്ലുണ്ട്, 2 കല്ലുണ്ട് ഗൈസ്. ഇഷ്ടികല്ലും വേറെ ഏതൊരു കല്ലുണ്ട്. ഇതാണ് ഗൈസ് വീട്. ഇതേ പോയിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടാവും? ഇനി ഇവിടെ എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടോ? അതാണ് ഞാൻ നോക്കണം ഗൈസ്. ഇവിടെ നിന്ന് വേസ്റ്റ് കാണാനില്ല. ഒക്കെ പൊറുക്കിയതൊന്നും ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നോ ഗൈസ്, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. എന്താണോ ചെയ്യേണ്ടത്? ഇതെന്താ സ്റ്റാർട്ട് ദീസ് വർക്ക് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തൊരു ചൂല് ഇവിടെ കൈയിൻ്റെ അടുത്തുള്ള നെക്കിയപ്പോൾ ഓ ഗൈസ് ഞാനത് ആദ്യമായിട്ടാണ് ഗൈസ് കൈമ കളിക്കുന്നത്. ഒന്നതിനെ കുറിച്ച് അറിയില്ല. ചുമരുമലും അടിയിൽ നിലത്തൊക്കെ പറ്റി പിടിച്ചിങ്ങനെ ഒരു ടൈപ്പ് ചളിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ചളിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ചുമരുമലൊക്കെ ചളി ഇവിടെ താമസിച്ച ആൾക്കാരൊക്കെ ആക്കി പോയിട്ടുണ്ട്. കുരുത്തം കെട്ട പിള്ളേരും ആയിട്ടുള്ള ഫാമിലിയാണെന്ന് തോന്നുന്നു ഗൈസ്. കുട്ടികൾ ചിലപ്പോൾ കാട്ടി വെച്ചായിരിക്കും. അവരുടെ പേരൻസ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒന്നും ചാമ്പട ഗൈസ്. മുക്കുമൂലൊക്കെ നോക്കണം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, മുക്കുമൂലൊക്കെ നോക്കണം. അവിടെ ഒക്കെ ഉണ്ടാവും ഗൈസ് ഈ ചളി. കുട്ടികളല്ലേ, എന്ത് ചെയ്യണം? ഈ സൈഡിലൊക്കെ തുടച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ പുറത്ത് ഞാൻ ഇവിടെ കണ്ടെന്നല്ലോ ഗൈസ്. അതെ ഗൈസ്, ഇവിടെ നമ്മൾ ഇവിടുത്തെ എടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ പോയേക്കാം. ഇവിടെ ഇവിടെ വാങ്ങണം ഗൈസ്. ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ അവിടെ ഡോറിന് വേണ്ടിയിട്ടുണ്ട്. ഓ ഗൈസ്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഗൈസ് ഹാളിലുണ്ട്. ഹാളിൽ ഇനി എവിടെയെങ്കിലും ഉണ്ട്. ആ ഗൈസ് കസാലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, മുക്കുമ്പലൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഗൈസ്. ഓ കേസ് അവിടെ കണ്ടോ
വേസ്റ്റാണ് കേസ്. നമ്മൾ നൈസിൽ എടുക്കാൻ മറന്നാണ്, കണ്ടില്ല. ഓക്കെ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താ സാധനം, അതെ കൈ നക്കിയതാണ്. എന്താ ലെവൽ 3 എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേസ്. ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഇതെന്താ കേസ്, ഇതൊക്കെ എടുത്ത് മാറ്റാനൊക്കെ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, മോൾക്ക് അരമാർക്കുള്ള ചാടാനുള്ളതാണ്. ഒക്കെ അതുപോലെ തന്നെ നിന്നോട്ടെ. ഇനി എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല കേസ്. ആ കേസ് നിലത്തൊക്കെ ഉണ്ടായിരുന്നു കേസ്, ഞാൻ കണ്ടില്ല. നിലത്തുണ്ടായിരുന്നു. ഇതാ കേസ് ഇവിടെ ഒക്കെ ഉണ്ട് കേസ്. ഞാനിതൊന്നും കണ്ടില്ല, ഞാൻ പറഞ്ഞിട്ട് കേസ് നോക്കണം. നിങ്ങളെന്താ കേസ് കളിങ്ങനെ? നിങ്ങളല്ല ഞാനാണ് കുഞ്ഞു കുട്ടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മൾ ശരിക്കും നോക്കിയില്ല. അപ്പോൾ കേസ് ഇതിനുള്ളിൽ പൊടിയൊന്നും കാണുന്നില്ല. എന്തൊക്കെയൊക്കെയോ ചെയ്യണം കേസ്. പെയിൻറ്റും ബ്രഷും കൊണ്ട് ആ ആരമാർക്ക് നോക്കിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വന്നു. അതാ കേസ് എന്തൊക്കെയൊക്കെയോ വന്നെടുക്കുന്നുണ്ട് കേസ്. ഇതൊക്കെ എന്താ കേസ്, നിലത്തിരുന്ന കേസ്. ഇതിനെക്കുറിച്ചൊരു തേങ്ങ നമുക്കറിയത്തില്ല. അതെന്താ പെയിൻ്റാണ്? പെയിൻ്റ് അല്ല, എന്തൊക്കെയോ എന്തോ ഒരു സാധനമാണ്. ഇതൊക്കെ എന്താ സോഫ ഒക്കെയാണ് കേസ്. ഇതൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേസ്. ഇതൊന്നല്ല, നമുക്കിനി പൊടി ഉണ്ടോയെന്ന് വല്ലതും തപ്പ കേസ്. മുക്കുമൂലയിലൊക്കെ ഉണ്ടാവും. ശരിക്കും നോക്കിയില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. ഇതാണ് നമ്മളെ അയൽവാസികളൊക്കെ ഉണ്ട് കേസ്. നമ്മളാണ് മുറ്റം. അപ്പോൾ കേസ് ഒരു കാറൊക്കെ ഉണ്ട് കേസ്. ഒരു ചേച്ചിയുണ്ട് കേസ്. ഈ ചേച്ചിയില ഒരു നമ്മളെ അയൽവാസിനാണ്. അപ്പോൾ ഇവിടെ എവിടെയുണ്ട് നോക്കട്ടെ കേസ്. ഇവിടെ ഒന്നും കാണില്ല കേസ്. എവിടെയെങ്കിലും ഉണ്ടോ കേസ്? എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നോക്കുക കേസ്. ഇതൊക്കെ എന്തോ ഒരു തേങ്ങയാണ് കേസ്. ഇതെന്താ കേസ്? ഫോണോ? നോക്കിയ ഫോണാണോ കേസ്? നോക്കിയ ഫോണൊന്നല്ല. പെയിനും ബ്രഷ് മാത്രം അറിയാം. അതിലുള്ള ബാക്കിയുള്ള സാധനത്തിന് പേരൊന്നും അറിയില്ല. പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. എന്താണ് കേസ് ഇതൊക്കെ? എന്തൊക്കെയൊക്കെയോ ഒരു തേങ്ങയാണ് കേസ്. ഒന്നും മനസ്സിലാവണില്ല. ഇതെന്താണ്? തോക്കാണ് കേസ്. എന്ത് പെയിൻ്റാണ് അറിയത്തില്ല. എന്തോ ഒരു സാധനമാണ് തോന്നണം. കണ്ടിട്ട് പെയിൻറ്റ് പോലും തോന്നണില്ല. നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്, 2 വെച്ചിട്ടുണ്ട്. 3 വേണ്ട, പോയി കേസ്. 3 വെക്കാൻ നിന്നപ്പത്തിനെ പോയി. നമുക്ക് മാറ്റിയൊക്കെ വെക്കട്ടെ കേസ്. മാറ്റി നോക്കണ്ട, അതുപോലെ തന്നെ നിൽക്കട്ടെ. എന്തൊക്കെയോ സാധനം കേസ്. എന്ത് തോക്കും? എന്തോ $200 ക്ലീനിങ് നീഡ് ടു. നൈസിൽ നമ്മൾ നെക്കിയിട്ടുണ്ട്. നോക്കാൻ നിന്നിട്ടില്ല, നെക്കിയിട്ടുണ്ട് കേസ്. ഇപ്പോൾ ഇതൊരു വീടാണ്. ഇത് ക്ലീൻ ആക്കാനുള്ളതാണെന്നൊന്നും അറിയത്തില്ല. ക്രൂവിന് എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. വായിക്കാൻ നേരല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേസ്. വായിക്കാം, ശരിക്കും കാണില്ല കേസ്. നമുക്ക് ബാക്ക് ടു ഒന്നുകൂടി പോവാം. ഹോം നമ്മൾ കളിച്ച ട്രെയിനിങ് പോലെയാണ് പോകുന്നത് കേസ്. ഇതെന്താ കേസ്? ഡോർ നോക്കാം. ദ ഡോർ ഈസ് ലോക്ക് എന്ന് കാണിക്കുന്നുണ്ട്. ദ ഡോർ ഈസ് ലോക്ക് പ്ലീസ്. സൈഡിൽ നമ്മൾ ഞെക്കിയിട്ടുണ്ട്. ഈ ബ്രഷ് കൊണ്ട് ചളിയാണോ പൊടിയാണെന്ന് അറിയില്ല. ചളിയെ കണ്ടിട്ട് ചളി പോലെ തോന്നുന്നുണ്ട്. തുടച്ചളയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയൊക്കെയോ ആണ് കേസ്. എന്തോ ഓപ്പൺ ദ ഡോർ. എവിടെ ഉണ്ട് കേസ്. അതിന് ഞാൻ മുകളിലത്തെ വായിച്ച് ക്ലിയർ ഡിറ്റ് 4 കാണിക്കുന്നുണ്ട്. ആളൊന്നുകൂടി ബാക്ക് അടിച്ചിട്ടുണ്ട്. ബാക്ക് ടു ഹോമിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒച്ചയൊക്കെ ഉണ്ടാവും. അത് വിമാനത്തിന് ഒച്ചയാണ്, അത് നോക്കണം. അപ്പോൾ നൈസിൽ ഡോർ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയത് ഒന്നുകൂടി ഫസ്റ്റോട് ചെയ്യേണ്ടി വരുമെന്നാണ്.
ഫസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ഗൈസ് സോഫ ഒക്കെ മാറ്റാൻ പറ്റും കേട്ടോ ഗൈസ്. അയ്യോ വാവ് ഗൈസ്, സോഫ ഒക്കെ മാറ്റാൻ പറ്റും. ഇവിടെ കണ്ട ഒരു രസം ഉണ്ടാവില്ല, ഇവിടെ കണ്ട ആൾക്കാർക്ക് നീക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ നിൽക്കണോടത്ത് തന്നെ നിൽക്കട്ടെ. അപ്പം ഇതൊക്കെ തുറക്കാം. എന്നാലും ഇതെന്തായാലും പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും നോക്കുന്നുണ്ട് ഗൈസ്, പെയിൻ്റ് അടിക്കാൻ പറ്റണില്ല. ഒന്നുകൂടി ചെന്നോ ഗൈസ്, ഇതിൽ പൊടി ഉണ്ടാക്കാം. എന്താ സിറ്റ് ഡൗൺ. വാവ് ഗൈസ്, നമ്മൾ ഇരുന്നിട്ടുണ്ട് ഗൈസ്. വാവ് അടിപൊളിയാണല്ലോ ഗൈസ് ഗെയിം. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ മേശ എങ്ങനെ ആക്കാൻ പറ്റും? നമ്മൾ പുറത്തൊരു കാറ് പോയത് നിങ്ങൾ കണ്ടറിയത്തില്ല. പുറത്തു കൂടെ ഒരു കാറ് പോയിട്ടുണ്ട്. മേശ നിൽക്കണ പോലെ തന്നെ നിൽക്കട്ടെ. കസാല മാറ്റാൻ പറ്റുമോ ഗൈസ്? കസാലൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഗൈസ് ആ തിരിയണ ആരാമാർക്ക് നിൽക്കിയാൽ ഇതിങ്ങനെ തിരിയും കസാല. എങ്ങോട്ടാണ് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനുള്ള പൊസിഷനിൽ തന്നെ നിൽക്കാം. ഇതിപ്പോൾ നിൽക്കണ പോലെ തന്നെ നിൽക്കട്ടെ ഗൈസ്. അപ്പം നമുക്കിത് തുറക്കാം. ഇത് ഗൈസ് മൂവ് കാണിക്കണ ഗൈസ്, ഇത് മാറ്റാൻ പറ്റും ഗൈസ്. അപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ അതിൻ്റെ ഇടയിൽ വെക്കാൻ പറ്റില്ല ഗൈസ്. അലമാര കണ്ടോ ചോന്നിക്കണ്, അവിടെ വെക്കാൻ പറ്റില്ല. അവിടെ കാണിക്കേണ്ട പ്ലേസ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് വിട്ട് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചാൽ ആ സാധനം തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അലമാര നൈസിൽ മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചാൽ പറ്റില്ല. ചിലപ്പോൾ അഥവാ അലമാരൊക്കെ നേരെ അയാളെ മേത്തക്കടെ വീഴും കേസ്. നേരെ കട്ടിൽമക്കാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ കിടക്കുകയാണെങ്കിൽ ആളെ മേത്തക്കടെ വീഴും. അതിനായി സ്പോട്ടിൽ തന്നെ മരിക്കും ഗേസ്. അപ്പോൾ നമ്മൾ നൈസിൽ ഇത് നൈസിലൊന്ന് തലയിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ കക്കൂസൊക്കെ റെഡിയാക്കാൻ പറ്റും. വാവ്. അപ്പോൾ ഇതിന് പാർട്ട് 2 നമ്മൾ ഇറക്കണമായിരിക്കും. ഇതിനെക്കുറിച്ചൊരു മണ്ണാങ്കട്ട നമുക്കറിയില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ കിടക്കാച്ചി ന്യൂസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പം കിടക്കാച്ചിട്ട് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.